കള്ളക്കടത്ത് സ്വർണ്ണ ഇടപാടുമായി ബന്ധപ്പെട്ട് 2 മലയാളി യുവാക്കളെ കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയ കേസിൽ കാസർഗോട്ടുകാരായ 3 പ്രതികൾക്ക് ജീവപര്യന്തം തടവും പിഴയും ശിക്ഷ. വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മുഹമ്മദ് മഹജീർ സനാഫ്, മുഹമ്മദ് ഇർഷാദ്, മുഹമ്മദ് സഫാൻ എന്നിവരെയാണ് മംഗളൂരു ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജീവപര്യന്തം തടവിനും 65,000 രൂപ പിഴയടക്കാനും ശിക്ഷിച്ചത്. ബിന്ദു ജ്വല്ലറി, കാസർഗോഡ്. ഗോൾഡ്, ഡയമണ്ട്, ബേർസ്റ്റോൺ, സിൽവർ, 100% BIS 916 ഹോൾമാർക്ക് ഗോൾഡ്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് തലശ്ശേരി സ്വദേശികളെ കൊലപ്പെടുത്തിയ കേസിൽ 3 കാസർഗോഡ് സ്വദേശികൾക്ക് ജീവപര്യന്തം തടവും 65,000 രൂപ പിഴയും വിധിച്ച് മംഗളൂരു ഫസ്റ്റ് ക്ലാസ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി. പിഴ അടച്ചില്ലെങ്കിൽ 17 മാസം അധിക തടവും കോടതി വിധിച്ചു. ചെർക്കള നീർച്ചാലിലെ മുഹമ്മദ് മഹജീർ സനഫ്, വിദ്യാനഗർ അണങ്കൂർ TV സ്റ്റേഷൻ റോഡിലെ മുഹമ്മദ് ഇർഷാദ്, മുഹമ്മദ് സഫ്വാൻ എന്നിവർക്കാണ് ക്രിമിനൽ ഗൂഢാലോചന, കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റകൃത്യങ്ങളിൽ കോടതി ശിക്ഷ വിധിച്ചത്. കോഴിക്കോട് കുറ്റിച്ചിറ സ്വദേശി ഫഹീം, തലശ്ശേരി സ്വദേശി നഫീർ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നായിരുന്നു 2014 ജൂലൈ 1 ഇരുവരെയും കൊലപ്പെടുത്തിയത്. ഗൾഫിൽ നിന്ന് സ്വർണം കടത്തുന്ന കാരിയർമാരായി ജോലി ചെയ്തിരുന്ന നഫീറും ഫഹീമും ദുബായിൽ നിന്നും എത്തിച്ച 2 കിലോഗ്രാം സ്വർണം മറ്റൊരാൾക്ക് മറിച്ചു വിറ്റിരുന്നു. ഇതിന്റെ വൈരാഗ്യത്തിൽ ഇരുവരെയും മംഗളൂരു അത്താവറയിലെ ഫ്ളാറ്റിൽ വെച്ച് പ്രതികൾ കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് കേസ്. മൃതദേഹങ്ങൾ കഷണങ്ങളാക്കി കാസർഗോഡ് ബേഡെടുക്ക, കുണ്ടംകുഴി, മരുതടുക്കം, ശങ്കരംപാടിയിലെ സഫ്വാന്റെ പേരിലുള്ള സ്ഥലത്തെത്തിച്ച് കുഴിച്ചു മൂടുകയായിരുന്നു. അസമയത്ത് പ്രതികളെ ഇവിടെ കണ്ടെന്ന അയൽവാസികളുടെ സ്ഥിരീകരണവും മൊഴികളും കോടതിയിൽ നിർണായകമായി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.